ഇറങ്ങ്. ഈ ഓട്ടോ ഞാൻ കൈ കാണിച്ച് നിർത്തിയതാ. ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണമെന്നില്ല, തൽക്കാലം ഇറങ്ങിയാ മതി. വണ്ടി വിട്. വണ്ടി വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനാ കൈ കാണിച്ചത്. ഇവിടെ വേറെ ഓട്ടോ കിട്ടില്ലേ? കുട്ടിക്ക് വേറെ ഓട്ടോ കിട്ടില്ലേ? ഇറങ്ങൂട്ടി. ഞാൻ വണ്ടി നിർത്തിക്ക, കുട്ടി കയറുക. തോന്നിയാസല്ലേ അത്? ആണെന്ന് വെച്ചോ, വേറെ ഓട്ടോ കയറാൻ എനിക്ക് മനസ്സില്ല. പിടിച്ചിറക്കും. ആര്? താനോ? ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. കൈ കയറി പിടിക്കുന്നു. വണ്ടി വിടെ. ആ നിർത്ത് നിർത്ത് നിർത്ത്. ഹലോ, ഈ എയുടെ വീട് ഏതാ? ആ വീടാ. എന്ത് വേണം? ഞാൻ കുട്ടി ഗേറ്റിന് വെളിയിൽ പോണം. ഞാൻ പോയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്യും. അതെ, താൻ പോയില്ലല്ലേ? ഞാൻ എയോ കാണാൻ വന്ന. എന്തിന്? താൻ കൈ കാണിച്ച ഓട്ടോയിൽ ഞാൻ കയറിയെന്ന് കംപ്ലൈന്റ് പറയാനോ? അയ്യോ, അതിനല്ല. കുട്ടി എയോടെ താൻ എന്റെ കൈ കയറി പിടിച്ചു. സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചു. ഇറങ്ങി പോകാനാ പറഞ്ഞേ. സരസ്വതി വിലാസ സ്കൂളിൽ മാഷായിട്ട് എനിക്ക് ക്ലെയിം ഉള്ളതാ. പക്ഷെ മാനേജരും മറ്റൊരാളുടെ കാശ് ഒരു വാങ്ങിച്ചു. കാര്യം ഇവിടെ പറയണ്ട. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം. അല്ല, എന്ത് പറയാനാ. കുട്ടി എയുടെ മകളായിരിക്കും അല്ലേ? ആളറിയാതെ പറ്റിപ്പോയതാ. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? സരസ്വതി വിലാസം സ്കൂളില് മാഷായിട്ട് ചേരണം. ചേരും. നിങ്ങൾ അവിടെ മാഷായിട്ട് ഉടനെ ചേരും. ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. പോരെ? അച്ഛൻ ഇവിടെ ഇല്ലേ? വരാൻ വൈകും. വന്നാൽ ഉടനെ പറഞ്ഞേക്കാം. എന്താ തന്റെ പേര്? ഗോകുലകൃഷ്ണൻ. പേരും പറഞ്ഞേക്കാം. എന്റെ ജീവിത പ്രശ്നമാണ്. അതും പറഞ്ഞേക്കാം. മിസ്റ്റർ, പെൺകുട്ടികളോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നതാണോ ഒരു ടീച്ചർ ആവാനുള്ള തന്റെ യോഗ്യത? താൻ പഠിപ്പിച്ച ആ കുട്ടികൾ നശിച്ചു പോവും. ഏയു ആയ എന്റെ അച്ഛന് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ ഈ ജന്മത്തെ താനെ സ്കൂളിൽ പഠിപ്പിക്കില്ല. നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത പേപ്പറോട് പറട്ടെ, ബാക്കി കാര്യങ്ങൾ അപ്പൊ ആലോചിക്കാം. മാനേജര് മറ്റാരെയോ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയുടെ ജോലി എന്ന് പറയുന്ന പേപ്പർ വരുമ്പോ അപ്രൂവ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കലാണ്. അതവിടെ നിൽക്കട്ടെ, പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ? അത് പിന്നെ സാറിന്റെ മകള് പറഞ്ഞല്ലേ. നേര് പറഞ്ഞ കുട്ടി തെറ്റിദ്ധരിച്ച. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ തമാശക്ക് സ്റ്റുപ്പിഡെന്ന് വിളിച്ചപ്പോ സാറിന്റെ മകള് വിചാരിച്ചു അവളെ വിളിച്ചാണെന്നല്ലേ? അതെ. സാറും മാനേജരെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ എനിക്ക് ക്ലെയിം ഉള്ളതുകൊണ്ട് മറ്റാരെ അപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പോസ്റ്റ് കിട്ടും. കിട്ടിയാൽ ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെടും സാർ. മറ്റാരും രക്ഷപ്പെടില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. സ്റ്റുപ്പിഡെന്ന് വിളിച്ച ഫ്രണ്ടിനെ ആയിരുന്നു. പക്ഷെ ഓട്ടോറിക്ഷയിൽ കൈക്ക് പിടിച്ച് വലിച്ച് താഴെ ഇറക്കാൻ നോക്കിയത് ആരെയായിരുന്നു? പറയൂ മാഷേ. സാറിനെ കാണാനുള്ള തിടുക്കത്തിൽ. ആ തിടുക്കം വന്നാ പെൺകുട്ടികളുടെ കൈ കയറി പിടിക്കുമല്ലേ? അതിന് ഞാൻ സോറി പറഞ്ഞിരുന്നു. ആണാ? എങ്കിൽ ഞാൻ നിങ്ങളുടെ കരണക്കുറ്റി നോക്കൊന്ന് പൊട്ടിക്കട്ടെ, പിന്നീട് സോറി പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിലും എന്റെ മേലധികാരി എന്ന നിലയിൽ എന്നെ ശിക്ഷിക്കാനുള്ള അധികാരം സാറിനുണ്ടല്ലോ. ഇയാള് മാഷായാലല്ലേ ഞാൻ മേലധികാരിയാവൂ. മാനേജരെ സാറൊന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ. അതെന്റെ ജോലിയല്ല, എനിക്കിപ്പോൾ വേറെ കുറച്ച് ജോലിയുണ്ട്. എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം. ഇക്കാര്യത്തിന് ഇനി ഇവിടെ വരണമെന്നില്ല സാർ. എനിക്കിവിടെ വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഓട്ടോ വെയിറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കയറിയട്ടെ. ഇത് കുട്ടിക്ക് കയറി പോകാൻ വേണ്ടി ഞാൻ പിടിച്ചതാ. പൈസയും കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വൈകുന്നേരം പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ കാത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ.
അന്ന് ഞാൻ സ്റ്റുപ്പിഡെന്ന് വിളിച്ചത് കുട്ടിയല്ലായിരുന്നു, ഓട്ടോ ഡ്രൈവറെ ആയിരുന്നു. അല്ല അത് കയറരുത്. അല്ല കുട്ടിക്ക് വേണ്ടി പിടിച്ച ഹലോ ലൈനടിയാണ് അല്ല സാറേ? ലൈനടി തന്റെ പോടോ. ഞാൻ കാണിച്ചത് മര്യാദകൾ തന്നെ, സമ്മതിക്കുന്നു. ഓട്ടോയിൽ നിന്ന് കൈപിടിച്ചിറക്കാൻ നോക്കിയത് തെറ്റ്, സ്റ്റുപ്പിഡെന്ന് വിളിച്ചതും തെറ്റ്. പക്ഷേ ഈ വക നിസ്സാര കാര്യങ്ങളൊക്കെ അച്ഛനോട് എന്ന് വിളമ്പിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇയാൾ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഒരു തെറ്റ് തിരുത്തേണ്ടത് മറ്റൊരു തെറ്റ് ചെയ്തിട്ടല്ല. ഇയാളെ തിരുത്താൻ ഞാൻ നിങ്ങളുടെ ആരാണ് മിസ്റ്റർ? എന്റെ അച്ഛനോട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. പറഞ്ഞോളൂ. പക്ഷേ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അതിന്റെ കടക്കലാണ് കുട്ടി കത്തിവെച്ചത്. ഇയാൾ ശരാശരിയിൽ എത്രയോ താഴെയുള്ള ഇന്ത്യക്കാരനാണെന്ന് തെളിയിച്ചതല്ലേ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. മനസാക്ഷി എന്നൊരു സാധനം കയ്യിലുണ്ടെങ്കിൽ കുട്ടിയുടെ അച്ഛനോട് പറയൂ എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ടീച്ചർ ആവാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. സ്കൂൾ മാനേജർ ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. ഞാൻ അങ്ങോട്ട് സമീപിച്ചല്ല, എന്നെ സഹായിക്കാൻ സംഘടനക്കാർ ഇങ്ങോട്ട് വന്നു. ഇത് വേണ്ടിയിരുന്നു. നിയമപ്രകാരം മറ്റാരും ചേർക്കാൻ പറ്റില്ല എന്ന് മാഷ് പറഞ്ഞല്ലോ. ആ സ്ഥിതിക്ക് പക്ഷെ മാനേജർ നിയമനം നടത്തുന്നില്ലല്ലോ. സംഘടനക്കാർ ഇടപെട്ടു എന്നറിയുമ്പോ സംഗതിയുടെ സ്പീഡൊന്ന് കൂടുകയെ. എന്ത് സംഘടന? ഇതിനൊക്കെ പൈസ എത്ര ചെലവാവും? ഏയ് അങ്ങനെയൊന്നുമില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ സംഘടനയിൽ ചേർന്നാ മതി. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. പക്ഷെ മാഷെ, കരടിയെ പേടിച്ച് പുലിമല ചെന്ന് കയറിയ പോലെ ആവരുത്. ഇവറ്റകളൊക്കെ ഞാൻ കുറെ നാളുകൊണ്ട് കാണുന്നതാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ജാഥ എങ്ങ് എത്തിയേ. സ്കൂൾ മാനേജർ നീതി പാലിക്കുക. സ്കൂൾ മാനേജർ നീതി പാലിക്കുക. മൂരാറ്റി ശങ്കുണ്ണി നായർ 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 നീതി പാലിക്കുക. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. മൂരാറ്റി ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. മൂരാറ്റി ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. കോഴ വാങ്ങിയ സ്കൂൾ മാനേജറെ അറസ്റ്റ് ചെയ്യുക. കോഴ വാങ്ങിയ സത്യസന്ധനാണെങ്കിൽ മുറി കയറി ഒളിക്കുന്നത് എന്തിനാ? മോനേജർ അനീതി ചെയ്തിട്ടില്ലെന്ന് ഒന്നും അങ്ങോട്ട് പറയരുതോ? യവന്മാർക്കൊന്നും വേറെ പണിയില്ലല്ലോ. ദിവസം കൂലിക്ക് ഇതുപോലെ 10 ജാഥ ഞാൻ സംഘടിപ്പിക്കാം. ഒന്ന് ഞാൻ ഉറപ്പിച്ചു, എന്റെ കൊക്കിന് ജീവനുണ്ട്. ഇവനെ ഞാൻ സ്കൂളിന്റെ പടി കേട്ടില്ല. ഒരു ജാഥക്കാരൻ മാറി. തത്വാധിഷ്ഠിതമായ ഒരു നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അധ്യാപകന്റെ ഗവേഷണത്തിൽ കേട്ടു. ഉടൻ തന്നെ ഞങ്ങൾ ജാഥ നടത്തി. അടുത്തത് മീറ്റിംഗ് ആണ്. പിന്നെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. അത് കഴിഞ്ഞ് ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം. മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ശങ്കുണ്ണി നായർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഈ ഗോകുലകൃഷ്ണൻ മാഷ് മുൻപ് ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് വെറുമൊരു തൊഴിൽ പരിചയത്തിന് വേണ്ടി മാത്രമാണ്. അയാൾക്ക് അവിടെ ക്ലെയിം ഇല്ല. ഞങ്ങളുടെ കർമ്മപരിപാടിയിലൂടെ ആ സത്യം ഞങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പൊ എന്റെ സത്യം ആര് തിരഞ്ഞെടുക്കും? ഞങ്ങളുടെ അജണ്ടയിൽ ഇപ്പൊ നിങ്ങളില്ല. നിങ്ങളുടെ ഈ അജണ്ട ഇപ്പൊ എവിടെ ഉണ്ട്? അജണ്ട എന്ന് പറഞ്ഞാൽ അജണ്ടയൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അധ്യാപകനാണോ വലുത്, അധ്യാപക സംഘടനയാണോ വലുത്? കുറെ അധ്യാപകർ ചേർന്നിട്ടുള്ളതാണല്ലോ ഒരു അധ്യാപക സംഘടന. എനിക്ക് നേർക്ക് നേരെയുള്ള ഉത്തരം വേണം. തത്വാധിഷ്ഠിതമായ തത്വാധിഷ്ഠിതം വിടൂ. ഒരു അധ്യാപകൻ, ഒരു സംഘടന, ഏതാണ് വലുത്? അത് സംഘടനയാണെന്ന് പറയാം. ആണല്ലോ. എന്നാൽ നിങ്ങൾ ഗോകുലകൃഷ്ണൻ എന്നൊരു അധ്യാപകനെ സഹായിക്കാൻ പുറപ്പെടുന്നു. എന്നാൽ ഞാനോ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. മനസ്സിലായില്ല. സാമ്പത്തികമായ അടിത്തറയില്ലാതെ ഒരു സംഘടനയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ല. സംഘടനയുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന 2 അധ്യാപകർ ഒരേ തട്ടിൽ. അതിൽ ഞാനെന്ന് പറയുന്ന അധ്യാപകന് സംഘടനയെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും. അവന്റെ കയ്യിൽ ഒരു പിണ്ണാക്കൂല്ല. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? മൂല്യാധിഷ്ഠിതമായി. ഈ മൂല്യാധിഷ്ഠിതവും തത്വാധിഷ്ഠിതവും ഒക്കെ മതിയാക്കൂ. 25,000 രൂപ ഞാൻ തരും. എന്നെ സഹായിക്കാനല്ല, ഗോകുലകൃഷ്ണനെ സഹായിക്കാതിരിക്കാൻ. എന്ത് പറയുന്നു? എനിക്ക് ആ പണത്തിന് രസീതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് അത് വീതിച്ചെടുക്കാം. PSTU എന്ന് പറയുന്നത് എനിക്കറിയാം. വെറുതെ ഇരിക്കാനാണ് ഈ പണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ
തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കൂ. ഞാൻ സാമ്പത്തികാധിഷ്ഠിത നിലപാടുമായി പിന്നെ വരാം. മിസ്റ്റർ ഗോകുലകൃഷ്ണൻ മാഷ്? അതെ, ഞാൻ ശങ്കരനാരായണ മാഷ്. വരൂ മാഷേ. ആ ശങ്കരനാരായണൻ? അതെ അതെ, അയാളുടെ ഗ്രീവൻസസ് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. പുതിയ അജണ്ട അനുസരിച്ച് തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അതെന്താണ് പുതിയ അജണ്ട? പഴയ അജണ്ട മാറുമ്പോഴാണല്ലോ പുതിയ അജണ്ട ഉണ്ടാവുന്നത്. മാഷേ, ഒരു സംഘടനയുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഒരു അധ്യാപനും മറ്റൊരു അധ്യാപനും തുല്യരാണ്. ഒരാൾക്കും ഒരു സ്കൂളിൽ സീറ്റ് കൊടുക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജോലിക്ക് തുരങ്കം വയ്ക്കാൻ PSTUവിന് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾ ഉപയോഗിച്ച് ജോലി നേടിയെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഏത് ആവശ്യം ഞങ്ങൾ പുറകെ കാണും. അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത്. ആദ്യം ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റി, ഇപ്പൊ ഞങ്ങളത് തിരുത്തുകയാണ്. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം? അത് തികച്ചും സ്വാർത്ഥികമായ ചോദ്യമാണ്. ആർക്കും മറുപടി പറയാൻ പറ്റാത്തൊരു ചോദ്യം. ജോലി ഉള്ളവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ജോലി ഇല്ലാത്തവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ദാരിദ്ര്യക്ക് താഴെയുള്ള പട്ടിണിക്കാരെ ലക്ഷോപലക്ഷം ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ഒരു സർക്കാരും ഒരു സംഘടനയ്ക്കും അതിന് മറുപടി പറയാൻ കഴിയില്ല. ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തമം. അർദ്ധരാത്രി കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയായിരുന്നു. വീടുകളിലൊക്കെ വെളിച്ചമുണ്ട്, ആരും ഉറങ്ങിയിട്ടില്ല. നമ്മളതിന് കള്ളന്മാരല്ലല്ലോ. നേർക്ക് നേരെ ചോദിച്ചാൽ രേഖകൾ കിട്ടൂല എന്നുള്ളതുകൊണ്ട് ആഫീസിൽ കയറി അതെടുക്കുന്നു. പിന്നെ ഇറങ്ങാൻ ലേറ്റ് ആയാലേ രാവിലെ കട ഓർക്കാനും വൈകും. വരുന്നുണ്ട്, ഓടിക്കോ. അങ്ങനെ അവിടെ കുടിയോ? ഇതാണ് ഓഫീസ് റൂം. കരുതണേ. പിടിച്ചോ. ഇങ്ങോട്ടിറങ്ങി മാഷേ, നിങ്ങൾ അവിടുത്തെ നിൽക്കുക. എനിക്കറിയാം നിങ്ങളെ റെക്കോർഡ് കുന്തൊക്കെ എവിടാന്ന്. ആ ടോർച്ച് ഇങ്ങോട്ട്. ഒരു വേഗം മറക്കുന്ന സമയം ഒരു പാടായി. പോയിക്കൊണ്ടിരിക്കുമല്ലേ? ഓടി വരണേ, സ്കൂളിൽ കള്ളം കയറിയേ. മാഷേ, നാട്ടുകാരെ ഓടി വരണേ, സ്കൂളിൽ കള്ളം കയറിയേ.
സ്കൂളിൽ കള്ളം കയറി വന്നവര് മേലോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകരി. ഓടി വരണേ. ഇതിനകത്തുണ്ട് കള്ളൻ. പാൽപ്പൊടി കക്കാൻ കയറിയതാ. അകത്ത് നോക്കാലോ. പൊളിക്കണം അതില്. ചായക്കടയിലേക്ക് എന്താ ഗോകുലകൃഷ്ണൻ മാസ്റ്റർ ഇത്? അർദ്ധരാത്രി ആഫീസ് മുറി കൂടെ കയറി സ്കൂളിൽ മാഷായിട്ട് ചേരാൻ ശ്രമിക്കുകയായിരുന്നോ താൻ? സാറ് രക്ഷിക്കണം. ഞങ്ങൾ പാൽപ്പൊടി കേൾക്കാൻ വേണ്ടി കയറിയതല്ല. ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഒരു തെളിവിന് വേണ്ടി. ഓഹോ, അതിനായിരുന്നോ ഈ ബണ്ടൻ ചായക്കടക്കാരനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്? 4 വർഷം മുമ്പത്തെ ഒരു 25,000 കണക്കും പറഞ്ഞ് എന്റെ 4 ലക്ഷം തട്ടിത്തെറിപ്പിക്കാൻ നോക്കി അല്ലേ? സീറ്റിന് ശ്രമിക്കണ്ട, പൊക്കോളൊന്ന് പലവട്ടം ഞാൻ അപേക്ഷിച്ചു, കേട്ടില്ല. ഇപ്പൊ എന്തായി? ഞാൻ വിചാരിച്ചാ പോലും നടക്കില്ല എന്നായില്ലേ? ഇപ്പൊ താനൊരു കള്ളനാ, മനസ്സിലായോ? ഒരു കുറ്റവാളിക്ക് അധ്യാപകന് ജോലി കൊടുക്കാൻ ഈ ലോകത്തുള്ള ഒരു കോടതിയും ആരും നിർബന്ധിക്കില്ല. അങ്ങനെ എന്നേക്കുമായി തന്റെ ജോലി സ്വാഹ. വരൂ വരൂ, ഇരിക്കൂ. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രതികൾ ഓടിളക്കി ഓഫീസിനകത്ത് കയറാൻ സാക്ഷികളുണ്ട്. നാട്ടുകാർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഞാൻ എങ്ങനെ കേസെടുക്കാതിരിക്കും? ഞാൻ ഫോണിലെല്ലാം പറഞ്ഞല്ലോ. കേസ് ചാർജ് ചെയ്താൽ ഇയാൾക്ക് പിന്നെ സ്കൂളിൽ ചേരാൻ പറ്റില്ല. എന്തിനീ വിഡ്ഢിത്തം ചെയ്യാൻ പോയി? സ്കൂൾ മാനേജർ ഇയാളെ ചീറ്റ് ചെയ്യായിരുന്നല്ലോ. മറ്റൊരു വഴിയും ഇല്ലാതായപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പ്രതികൾക്ക് ഡിസോണസ്റ്റ് ഇന്റൻഷൻ, മോശ വിചാരമില്ലെന്ന് ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞു. അതുകൊണ്ട് വെറുതെ വിട്ടു. അങ്ങനെയായാലോ? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇല്ലാത്ത ആൾ എന്തിനു ഓടിളക്കകത്ത് കയറാൻ പോയി? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. പ്രതികൾ റോഡിലൂടെ പോവുകയായിരുന്നു. സ്കൂളിന്റെ ഓഫീസിനകത്തു നിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ തോന്നി. ഓടിച്ചെന്ന് നോക്കിയപ്പോ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഓടിളക്കി അകത്ത് കിടക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നു. നിലവിളിക്കുന്നയാളെ രക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇവർ കുറ്റവാളികളല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തോന്നിയ ഉപായമാണ്. യെസ്, എനിക്ക് മനസ്സിലായി. ആരാണ് ഈ വിദ്യ ഉപദേശിച്ചത്? എങ്ങനെങ്കിലും രേഖകൾ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞാ പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ആ ഇൻസ്പെക്ടർ നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. ഡി ഓഫീസ് പരിചയക്കാരുണ്ടല്ലേ? ഉവ്വ്. ആ വഴിക്ക് പേപ്പർ സംഘടിപ്പിക്കാൻ ശ്രമിച്ചൂടെ? ഈ മാനേജർ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. വേറെ വഴിയില്ലാത്തോണ്ടാ. എന്തായി? 4 മാസം ശമ്പളം വാങ്ങിച്ചതിന്റെ പേപ്പേഴ്സ് കിട്ടി. വക്കീൽ കോടതിയിൽ പോകുന്നതിന് മുമ്പ് അയാളെ ചെന്ന് കാണാം. ഇൻകം ടാക്സ് കണ്ണിപ്പെടാതെ ഇവിടം വരെ എത്തിയത് ഭാഗ്യം. മുഴുവൻ 500 അല്ല, ഒരു കെട്ട് 100 സാരല്ല. സാർ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ആ ഗോകുലകൃഷ്ണന്റെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് കേട്ടു. അതൊന്നും താറേണ്ട. പിന്നെ അയാളുടെ കേസ് CBI ഏറ്റെടുത്തു. അധികം താമസിക്കാതെ അയാൾ അകത്താവും. അല്ല, ഈ പാൽപ്പടി മോഷണ കേസൊക്കെ CBI ഏറ്റെടുക്കും സാർ. അല്ലാതെ CBIക്ക് ഇപ്പൊ ഏത് കേസ് ഇരിക്കുന്നു ഏറ്റെടുക്കാൻ? അതൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ കയറ്. അതെന്തിനാ സാർ? CBI എൻഫോഴ്സ് ഒക്കെ നാട് നിങ്ങളെ കറങ്ങിടക്കുക. ഓഹോ, ഇവിടെ ആരുമില്ലേ? എല്ലാരും വന്നേ. ഞാനിതാ 2.25 ലക്ഷം കൊടുക്കാൻ പോകുന്നേ. എന്ത് തോന്നിവാസോടോ താടി കാണിക്കുന്നേ? അല്ല, എല്ലാരും അറിയണമല്ലോ. സാക്ഷികള് മാത്രമല്ല, യഥാർത്ഥ മാനേജറായ സാറിന്റെ മകള് വേണല്ലോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ. ആരെ കൊടുക്കണം? അലറിയത് 2.25 ലക്ഷം ശരിയായി. ഉടൻ തന്നെ എന്നെ അപ്പോയിന്റ് ചെയ്യണം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. തൊലച്ചല്ലോടോ താൻ. അവളുമാർ രണ്ടുപേരും ഇനി എനിക്ക് സ്വൈര്യം തരത്തില്ല.
അല്ല സാക്ഷികൾ സാക്ഷികൾ ഞാൻ തന്നെ സാക്ഷി. മാനേജർ ശങ്കുണ്ണനായൊരു വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ താനായിരിക്കും പുതിയ ഭാഷ. ഇൻകം ടാക്സ് ഇപ്പൊ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഹെഡ്മാസ്റ്റർ കാണാൻ വന്നിരിക്കുന്നു. ദാ, ഹെഡ്മാസ്റ്റർ എന്താ ഹെഡ്മാസ്റ്റർ കാണാൻ വന്ന് നിൽക്കുന്ന ഭാഷ? എന്താ നമ്പ്യാരെ? കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷനോ? ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെയും സ്കൂളിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. അയ്യോ അയ്യോ, 4 ലക്ഷം അങ്ങനെ ചുളുവിലടിക്കാൻ പറ്റില്ല എന്ന് ഇപ്പൊ മനസ്സിലായി കാണും. അങ്ങനെ ചിരിക്കാറായിട്ടില്ല ഗഫൂർ. നമ്മുടെ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ അങ്ങേർക്ക് വെക്കേറ്റ് ചെയ്യിക്കാം. എന്ന് വെച്ചാ തടസ്സം നീക്കാന്ന് അല്ലേ? അതെ. നമ്മുടെ കുറുവാഞ്ചേരിയിലെ മാഷല്ലേ വരുന്നത്? അതെ, അയാൾ തന്നെ സംഗതി അറിഞ്ഞിട്ടുള്ള വരുവാനാ തോന്നുന്നത്.